കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി എക്സ്പ്രസ് വടകരയിൽ പിടിച്ചിട്ടത്. ഈ നമ്മൾ OH ലൈനാണ് ഇതിന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ ഇലക്ട്രിക് ലൈന് തകരാറ് മൂലം യാത്രക്കാർ വലിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈ ലൈനിലല്ലാണ്ട് അടുത്ത ലൈനിൽ കൂടെ ട്രെയിൻ പോകും. പക്ഷേ ഇതിൽ ബേക്കിൽ വന്ന എന്താ പറയുക, ഇതിൻ്റെ ബേക്കിൽ വന്ന വന്ദേ ഭാരത് വരെ പിടിച്ചിട്ടുണ്ട്. അത് ഈ ദൃശ്യത്തിൽ ഷൊർണൂരിന്ന് ഇലക്ട്രിക് ക്യാബിന് വന്നിട്ട് അവർ റെഡിയാക്കി. ഷൊർണൂർ ഭാഗത്തുനിന്നാണ് ഇലക്ട്രിക്കിൻ്റെ ദൃശ്യത്തിൽ കൊടുത്തിട്ടുണ്ട്. OH ലൈനിൽ ചില തകരാറ് സംഭവിച്ചതിനാൽ അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ട്രെയിൻ പടയിൽ നിന്ന് പുറപ്പെടുകയുള്ളൂ. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഇലക്ട്രിക്കൽ OH തകരാറ് സംഭവിച്ചതിനാൽ പുള്ളി യാത്രക്കാർ പുറത്തിറങ്ങിയതാണ്. ട്രെയിൻ നിർത്തിയിട്ട് എൻജിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, ഓഫ് ചെയ്തില്ല, ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റില്ല. അത് AC ഫിൽട്ടർ ആയാലും ശരി, എന്തായാലും ശരി, ഏത് കമ്പാർട്ട്മെൻ്റ് ആയാലും. ഇതിൽ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബേക്കിൽ, ഈ ട്രെയിനിൻ്റെ നേരെ ബേക്കിൽ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് മറ്റേ വന്ദേ ഭാരത് അതേ ലൈനിലുള്ളത്. ആ വന്ദേ ഭാരതിന് വരെ മാറി വരാൻ കഴിയില്ല, അവിടെ സ്റ്റക്കായി കിടക്കുക. അതെന്തൊക്കെ ലൈന് കണക്ഷൻ വിട്ടതാണെന്ന് സംശയമുണ്ട്. അതിൻ്റെ തകരാറ് പരിശോധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇൻസ്പെക്ഷൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. എന്താ പറയുക, ചെറിയ ഇൻസ്പെക്ഷൻ കാറ്, ഐ മീൻ ഉള്ള ജനങ്ങൾ വലിഞ്ഞിക്കണ്. നേരത്തെ എത്തേണ്ടി എന്ത് ആവശ്യത്തിന് പോകേണ്ട ആൾക്കാരൊക്കെയാണ് കുടുങ്ങിപ്പോയിട്ടുണ്ട്. ഇത് സ്വാഭാവികമാണ്. ഇതിൻ്റെ മറ്റേ 2 ലൈനുണ്ട്. ആ ലൈനും കൂടിയൊക്കെ വണ്ടി പോകും. പക്ഷേ ഈ 2 ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ടതിനെ കൊണ്ട് എല്ലാ ടൈമിങ്ങും തെറ്റും. ഇവരെ സമ്മതിക്കണം, എഞ്ചിനീയർമാരും സ്റ്റേഷൻ മാസ്റ്ററിൻ്റെ ആളുകളും റെയിൽവേൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും എല്ലാവരും വലിഞ്ഞ് വിട്ട് എന്തെങ്കിലും തകരാറ് വന്നാലുള്ള പ്രശ്നം അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ ഇലക്ട്രിക്കിൻ്റെ ഇലക്ട്രിക് ഇൻസ്പെക്ഷൻ കാറുണ്ട്, അതാ വരുന്നുണ്ട്. അവർ പരിശോധിച്ചുകൊണ്ട് ഇങ്ങനെ വരാം. ഓരോ ലൈനിൽ അവിടുന്ന് തൊട്ട് ഏത് ഭാഗം തൊട്ടാണ് അറിയില്ല. അതാണ് സംഭവം. ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഇപ്പോഴാണ് യഥാർത്ഥ അതിനുള്ള മനസ്സിലായത്. എന്തായാലും പെട്ടെന്ന് പരിഹരിച്ച് ഇതാക്കും തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്.